സത്യം പറഞ്ഞ നിങ്ങൾ എന്നെ ഇവിടെ സത്യം പറഞ്ഞ ആദരിക്കുന്നത് വഴി എനിക്ക് വലിയ അവകാശ നിഷേധമാണ് നിങ്ങൾ നടത്തിയത്. ഞാൻ വന്ന് കയറി സംസാരിച്ച് തുടങ്ങിയിരുന്നെങ്കിൽ പോലും ഇപ്പോഴും എന്റെ ഒരു ആട്രിബ്യൂഷൻ തീരത്തില്ല, എന്റെ സമർപ്പണം തീരില്ല. വലിയ നിഷേധമാണ് നിങ്ങൾ കാണിച്ചത്. എനിക്ക് അതിന് ഇനി ഒരു വേദിയോട് എന്തെങ്കിലും കാരണം പറഞ്ഞ് നിങ്ങൾ തരട്ടി വരും. ഞാൻ ആരുടെ പേരാ വിട്ടുകളയേണ്ടത്? ഞാൻ ആരോടൊക്കെയാണ് നന്ദി? കോന്നിയൂർ ഭാസ് അദ്ദേഹത്തിന്റെ വരി ഓർക്കുകയാണ്. നന്ദി ആരോടൊക്കെയാണ് ഞാൻ ചൊല്ലേണ്ടത്? ഇതൊതുക്കി എന്നെ ഞെരുക്കിക്കണം. അപ്പൊ അവസരം ഇനിയും വേണം. അതിനൊന്നും നല്ല മുഹൂർത്തം ഉണ്ടാവട്ടെ. അത് എനിക്ക് മാത്രമല്ല, സിനിമ വ്യവസായത്തിനും കൂടി ആ ഗുണം വന്ന് ചേരുന്ന തരത്തിലുള്ള ഒരു മുഹൂർത്തം എൻ്റെ ജീവിതത്തിൽ താമസിയാതെ, ഞാൻ അതിന്റെ വ്യംഗ്യമോ അല്ലെങ്കിൽ അതിന്റെ സൂചനയോ ഒന്നുമല്ല തന്നത്, ഞാൻ അങ്ങനെ പ്രാർത്ഥിക്കുകയാണ്. കാരണം ഇത് സന്ദീപ് ഇവിടെ നിന്ന് അങ്ങ് രാഷ്ട്രീയത്തിലോട്ട് ആണി അടിച്ച് ചേർക്കാൻ നോക്കിയപ്പോ എനിക്ക് തോന്നി, ഇനി ഈ പിശാച് സിനിമയിലേക്കേ വരരുത് എന്ന് പറയുന്ന ഒരു നിശ്ചയം അവനുണ്ടായിരുന്നു. നടക്കില്ല. അവന്റെ കൂടികളും ഞാൻ പിടിച്ചു കുടുങ്ങി മാറും കേട്ടോ. എന്നിട്ടേ പോകും.